നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പീരിയോഡ് ടേബിളിലെ മുകളിലിരിക്കുന്നത് ഈ കാർബണെ പറ്റിയിട്ടാണ്. സോ ആരാണ് കാർബൺ? കാർബൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബണിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പഠിക്കാനുണ്ട്. സോ കാർബൺ എന്താണ്? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ കാർബണിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ കാർബണിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം. എത്രയാണ് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതിനകത്ത് കാർബണിനകത്ത് 6 ഇലക്ട്രോൺ ഉണ്ട്, 6 പ്രോട്ടോൺ ഉണ്ട്. കാർബണിൻ്റെ മാസ് നമ്പർ എത്ര? കാർബണിൻ്റെ മാസ് നമ്പർ അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. സോ മാസ് നമ്പർ 12 ആണ്. 12 മാസ് നമ്പർ 12 AMU എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 12 AMU. സോ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, കാർബണിൻ്റെ മാസ് നമ്പർ 12 AMU. കാർബൺ അറ്റോമിക് നമ്പർ 6, കാർബണിൻ്റെ മാസ് നമ്പർ 12 AMU. അതേപോലെ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കാർബണിനകത്ത് ഇലക്ട്രോൺ എങ്ങനെയാണ് വെച്ചേക്കുന്നത്? കാർബണ് നമുക്കറിയാം, ഒരാറ്റത്തിന് ചുറ്റും ഒരുപാട് ഷെല്ലുകൾ ഇരിപ്പുണ്ട്. ഒരാറ്റത്തിന് ചുറ്റും, ഇതാണ് ഒരു ആറ്റം എന്ന് വിചാരിക്കുക, ആറ്റത്തിന് ചുറ്റും ഒരുപാട് ഷെല്ലുകൾ അല്ലേ? അപ്പോൾ ആറ്റത്തിന് ചുറ്റും ഇരിക്കുന്ന ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോൺ വെച്ചേക്കുന്നത്? നമുക്കറിയാം, ഒന്നാമത്തെ ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോൺ മാത്രമേ ഇരിക്കാൻ പറ്റൂ. രണ്ടാമത്തെ ഷെല്ലിൽ മൊത്തം 8 ഇലക്ട്രോൺസ് ഇരിക്കാൻ പറ്റും. പക്ഷെ കാർബൺ ഡൈയിൽ മൊത്തം 6 എണ്ണല്ലേ ഉള്ളൂ? 6 എണ്ണം അല്ലേ? 6 എണ്ണം. 6 എണ്ണത്തിൽ രണ്ടെണ്ണം പോയി. ബാക്കിന് എത്ര ഉണ്ട്? 4 എണ്ണം അല്ലേ? അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കുക. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, കാർബണിൻ്റെ മാസ് നമ്പർ 12, കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4. അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോൺ. വാലൻസ് ഷെൽ മറക്കല്ലേടാ. വാലൻസ് ഷെൽ എന്ന് വെച്ചാൽ എന്താ? ലാസ്റ്റത്തെ ഷെല്ല്. വാലൻസ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ. ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഓക്കെ.